ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. നമ്മളെല്ലാവരും എക്സാമിന് വേണ്ടി വളരെ നന്നായി പഠിക്കും. പക്ഷേ എക്സാമിന് കയറുമ്പോൾ പഠിച്ചതൊന്നും ചിലപ്പോൾ ഓർമ്മ വരികയില്ല. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, വളരെ എഫക്റ്റീവായി നമ്മുടെ സ്റ്റഡി എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് ഇനി ആസ്പദമാക്കിയാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ കുറച്ച് വസ്തുക്കളുടെ പേരുകൾ ഇപ്പൊ നിങ്ങളോട് പറയും. ആദ്യം ശ്രദ്ധിക്കുക. സൺ, ഷൂ, ട്രീ, ഡോർ, നൈഫ്, കിക്സ്, ഹെവൻ, പ്ലേറ്റ്, വൈൻ, ഹെൻ, ലെമൺ, ഷെൽഫ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ വേർഡ്സ് നിങ്ങളൊന്ന് റീകളക്ട് ചെയ്ത് നോക്കുക. റീകളക്ട് ചെയ്ത് നോക്കിക്കേ. ഞാൻ റീകളക്ട് എല്ലാവരും ചെയ്തെന്ന് വിശ്വസിക്കുന്നു. റീകളക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര വേർഡ് കിട്ടി? നിങ്ങൾക്ക് ഒരു 6നും 10നും ഇടയ്ക്കുള്ളൊരു വേർഡായിരിക്കും കിട്ടിയത് അല്ലേ? അതിൽ കൂടുതൽ കിട്ടിയവരുണ്ടാകാം. 6നും ഞാൻ 12 വാക്കുകളാണ് പറഞ്ഞത്. ആ 12 വാക്കുകളിൽ 12 വാക്കും കിട്ടിയവരുണ്ടാവുമോ? പക്ഷേ ഒരു 80% ആൾക്കാർക്കും ഒരു ബിറ്റ്വീൻ 6 to 10 ആയിരിക്കും കിട്ടിയത്. അടുത്തതായിട്ട് ഞാനൊരു പിക്ചർ കാണിക്കുകയാണ് നിങ്ങളെ. പിക്ചർ ശ്രദ്ധിച്ചോ? ഈ ഒരു പിക്ചറിൽ ഞാൻ പറഞ്ഞ എല്ലാ വേർഡുകളും ഉണ്ട് അല്ലേ? ഇനിയും ഞാൻ ഇതിനെ ആസ്പദമാക്കി എൻ്റെതായ രീതിയിൽ ഒരു കഥ പറയുകയാണ്. ഞാൻ സ്കൂൾ വിട്ട് വരികയായിരുന്നു. സൂര്യന് ഭയങ്കര ചൂടായിരുന്നു. അതിനാൽ അമ്മ എൻ്റെ ഷൂ ഇട്ടുകൊണ്ട് പോണോന്ന് പറഞ്ഞു. കാലിൽ ഷൂ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ചൂട് സഹിക്കാനാകാതെ വീടിനടുത്തെത്തിയപ്പോൾ ഞാൻ ആ മരത്തിന്റെ ചൂട്ടിലിരുന്നു. വീട്ടിലോട്ട് നോക്കിയപ്പം ഡോറ് ക്ലോസ് ചെയ്തതായിട്ടാണ് കണ്ടത്. അപ്പം ഞാൻ അവിടെ കിടന്ന് ഒരു നൈഫ് എടുത്ത് കുത്തി നോക്കി. പക്ഷേ മുട്ടി നോക്കിയിട്ടും അമ്മ തുറന്നില്ല. അപ്പൊ ദേഷ്യം സഹിക്കാതാവാതെ ഞാൻ ഒരു കിക്ക് ചെയ്തു. ഭയങ്കര വേദന. അപ്പൊ എനിക്ക് സ്വർഗം കണ്ട് ഞാൻ നോക്കിയപ്പോ അമ്മ വാതിൽ തുറന്നു. അപ്പൊ ഒരു പ്ലേറ്റ് അവിടെ ഇരിക്കുന്ന അമ്മ നോക്കിയപ്പോ ടേബിളിൽ ഒരു പ്ലേറ്റ് ഉണ്ട്, ഒരു വൈൻ ബോട്ടിലും ഉണ്ട്. അത് കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പം നമ്മുടെ കോഴി എവിടെ ഇരിക്കുക? ഒരു നാരങ്ങ മരത്തിന്റെ ചുവട്ടിൽ കോഴിയിരിക്കുന്നു. ഞാൻ എൻ്റെ ബുക്സ് കൊണ്ട് ഷെൽഫിൽ വെച്ചു. ഇതൊരു കഥയാണ്, കാരണം കണക്റ്റിംഗ് ആയിട്ട് ഞാനൊരു കഥ പറഞ്ഞു. ഇനി നിങ്ങൾ ഈ വേർഡ്സിനെ ഒന്നും കൂടെ, ഞാൻ ഈ പറഞ്ഞ കഥ വെച്ചിട്ട് നിങ്ങൾ ഒന്നും കൂടെ റീകളക്ട് ചെയ്ത് നോക്കിയ വേർഡ്സിനെ നിങ്ങൾക്ക് ഉറപ്പായും കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കൗണ്ട് ചെയ്ത വേർഡ്സിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും അല്ലേ? അതാണ് ഇത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷ്വലൈസ് ചെയ്തു, പല സാധനങ്ങളെയും വിഷ്വലൈസ് ചെയ്ത് ഒരു സ്റ്റോറിയാക്കി നമ്മൾ ചെയ്തപ്പോഴാണ് കൂടുതൽ ഓർമ്മയിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, പഠിക്കുന്ന ഭാഗങ്ങൾ അത് എന്ത് തന്നെയായാലും നമുക്ക് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ അതിനെ വിഷ്വലൈസ് ചെയ്യുക, കോഡുകൾ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഴയ രീതിയിൽ ഓർമ്മ വയ്ക്കുന്നതിലും 10 ഇരട്ടി വേഗത്തിൽ നമ്മളുടെ ഓർമ്മയിൽ കാര്യങ്ങൾ നിലനിൽക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.